മാത്തുക്കുട്ടി ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. കാലത്തെ വരുമെന്ന് കരുതിയതാ. ശ്യാമള അങ്ങോട്ട് ഇരിക്കും. ബി അറ്റ് ഹോം. ഈ വീട്ടിൽ ഗ്രഹനാഥനേക്കാൾ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ആ ബാഗ് ഈ മുറിയിൽ ചെല്. മാത്തുക്കുട്ടി സന്ധ്യയ്ക്ക് മുമ്പ് വരാണ്ടിരിക്കില്ല. ദൂരത്തേക്കാവില്ല. ഊണിന്റെ നേരം തെറ്റി. വഴിക്ക് കഴിച്ചു. ഞാൻ ചായ ഉണ്ടാക്കാം. പിന്നെ അച്ചോട്ടാ, ഞാൻ നേരത്തെ ചോദിച്ചതാണ്. ലീനാമ്മ മരിച്ച ദിവസം രാവിലെ വേറെ ഒരാളും ഇവിടെ വന്നില്ലേ? മീൻകാരൻ, കടം ചോദിക്കാൻ വന്ന സ്ത്രീ, അതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. വേറെ ആരും? ആലോചിച്ച് നോക്ക്. തപാൽക്കാരൻ, പിന്നെ പിച്ചക്കാരല്ല, ഈ കുപ്പിയുടെ മൂടി, പാട്ടയുടെ കഷ്ണം, കണ്ടതൊക്കെ പറക്കിക്കൊണ്ടുപോണ ചെക്കന്മാര്. വേറെ ആരുമില്ല. പതിവില്ലാത്ത ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഉറപ്പാണോ? ഒന്നുമില്ല. ഒരു ചെക്കൻ നായ്ക്ക് ചോറ് കൊടുക്കണ പാത്രം എടുത്ത് പൊക്കണത്തിലിട്ടു. ഞാൻ പിടിച്ചൊന്ന് പൊട്ടിച്ചു. അപ്പോഴൊക്കെ ലീനാമ്മ എവിടെയായിരുന്നു? പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെക്കൻ ഒച്ചയിട്ടപ്പോ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. തല്ലും കൊല്ലൊന്നും വേണ്ട, വിട്ടേക്കെന്ന് പറഞ്ഞു. പിന്നെ പക്ഷെ പൊക്കണം മുഴുവൻ പരിശോധിച്ച ശേഷമേ ഞാൻ വിട്ടുള്ളൂ. മുമ്പൊക്കെ പാണ്ടിക്കാരതിന് ഇറങ്ങിയിരുന്നു. ഇപ്പൊ എല്ലാരും തുടങ്ങി. കൂർക്കാസിന്റെ കുട്ടികളും കൂടി. ലീനാമ്മയുടെ ഉപദേശം ആ ചെക്കനോട്, എന്തിനാ കക്കണ്, വിശക്കുണ്ടെങ്കിൽ ചോദിച്ചു മേടിച്ചൂടെ എന്നൊക്കെ. ഇവറ്റോട് പറഞ്ഞിട്ടെന്താ? ഈ കള്ള ജാതിയോട് ദയ കാണിക്കുന്ന തെറ്റെന്ന് ഞാൻ ശരിക്കും പറഞ്ഞു. പേരെന്താ, നാടേതാ എന്നൊക്കെ ലീനാമ്മ വിസ്തരിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് കലിയ വന്നത്. ഞാൻ വേഗം അടുക്കളയിലേക്ക് പോയി. അപ്പുറത്ത് ചായയോ കാപ്പിയോ എന്താ വേണ്ടാവോ? എന്തെങ്കിലും. ആരാടാ അത്? നിക്കടാ. നീ അല്ലടാ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് പാത്രം എടുത്തത്? പറ, സത്യം പറ. ഞാൻ എടുത്തില്ല. ഇല്ലേ? അത് അവർക്ക് തന്നെ കൊടുത്തു. എന്താ നിന്റെ പേര്? ഇമാനുവൽ. ഇനി ഈ ഭാഗത്തകം കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ കാലിയം തല്ലി ഓടിക്കും. ഇത് കൊണ്ടുപോയി വിറ്റ എന്ത് കിട്ടും? എന്താ നിന്റെ പേര്? കക്കരുത്. വല്ലതും വേണമെങ്കിൽ ചോദിച്ചൂടെ?
എന്താ നിന്റെ പേര്? നിന്റെ പേരെന്താ? പേര് പറയടാ. മലയാളം അറിയില്ലേ? ഇമാനുവൽ. ഇമാനുവൽ ആന്റണി. പ്രകൃതി ദയാപൂർവം അടച്ചിട്ട ഓർമ്മയുടെ ഒരറ അപ്പോൾ തുറന്നിരിക്കണം. സത്യത്തിന്റെ വികൃതമായ ഒരു മുഖം മനസ്സിന്റെ താളം തെറ്റിയ ആ നിമിഷത്തിൽ ഒടുവിൽ ശ്യാമളയും കൊണ്ടുവന്നു അല്ലേ? സന്തോഷം. ഞാൻ മാത്യുവിന് ഫോൺ ചെയ്തിരുന്നു. എന്തെങ്കിലും അറിഞ്ഞോ നിന്റെ അന്വേഷണത്തിനിടയ്ക്ക്? എന്തെങ്കിലും? ഇല്ല മാത്യു, ഒരു കാരണവുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ അത് തന്നെ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏതോ നിഗൂഢ രഹസ്യം തേടിയിട്ടെന്ന പോലെ നടന്ന ഞാനൊരു വിഡ്ഢി അല്ലേ? ഞാൻ ഊഹിച്ചതുപോലെ തന്നെ. ശരി, മടങ്ങിക്കോ, ഞാൻ പറയാ വരാം. ഒരു കൂട്ടുകാരി ആദ്യമായിട്ട് വിരുന്നു വന്നതാണ്. ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ ലീന നിർബന്ധിക്കും. വലിയ ആഘോഷത്തിന് സമയമായെങ്കിൽ അതും ലീനയോട് പറയാം. നിനക്ക് തമാശയായി തോന്നും, പക്ഷെ ഞാൻ ലീനയോട് സംസാരിക്കാറുണ്ട്. അവൾ കേൾക്കാറുണ്ട്. സത്യം. അരുത്. അയാൾ ജീവിതത്തിലേക്ക് പതുക്കെ തിരിച്ചു വരികയാണ്. ആഹ്ലാദ അഭിനയിക്കെങ്കിലും വേണം, ദയ വിചാരിച്ച്. വണ്ടി നിർത്തി. ഇമ്മാനുവൽ,
വരൂ